ശ്രീത് പണിക്കർ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്ന് ഇഡിയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും CPM പറയുന്നത് വേട്ടയാടൽ നടക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കുവാൻ കഴിയുമോ? ഹവാല ഇടപാട് പോലും ഇഡി സംശയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, 85 ലക്ഷം രൂപ ദുബായിലേക്ക് കടത്തിയതിൻ്റെ വിവരങ്ങളും ഇഡിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ അന്വേഷണ ഏജൻസി അറിയിക്കുകയാണല്ലോ. ശ്രീ മഞ്ജുഷ്, ഈ ഒരു വിഷയത്തിൽ പല കാരണങ്ങളാൽ ഇഡിയെ എതിർക്കുകയും പിണറായി വിജയന്റെ കുടുംബത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ മറ്റ് പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഏകദേശം അതേ സ്വഭാവത്തിലുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇഡിക്ക് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ തന്നെയാണ് ആൾക്കാരെല്ലാവരും പറയുക. അപ്പോൾ ലോജിക്ക് എന്താണ്, ഈ കേസിന്റെ മെറിറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ പകരം അത് രാഷ്ട്രീയമായിട്ട് മാത്രമാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിരം നറേറ്റീവാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ CPM-ന് ഭരണം പോയി, അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. മൊത്തത്തിൽ LDF-ന് എല്ലാം കൂടി ചേർത്തിട്ട് ഏതാണ്ട് 35 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവിന്റെ മകൾക്കെതിരെ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിലാണ് ഒരു കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വേട്ടയാടലിന് ഒരു അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയേണ്ടത്. ഭരണത്തിലിരിക്കുമ്പോൾ ഒരുപക്ഷെ പഴയൊരു വാദത്തിന് പ്രസക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഭരണം പോയതിനു ശേഷമാണ് വലിയൊരു റിഗറോടുകൂടി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡിയുടെ കണ്ടെത്തൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറേയധികം കണ്ടെത്തൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിൽ കുറെ ആൾക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേരുകാരുടെ വീടുകളിലാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. ഓരോരുത്തർക്കും എത്ര രൂപയുടെ പണമാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അയച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ട്. ഒപ്പം വിദേശത്തേക്ക് വിദേശ കറൻസിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന പണം 85 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പരിമിതമായിട്ടുള്ള ഒരു തുക മാത്രമാണ്. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള തുക ഇതിലുണ്ടോ? ഇന്ത്യൻ കറൻസിയിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് 20 കോടി രൂപയാണ്. പിന്നെ ഇന്റർനെറ്റ് കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സിം കാർഡ് തയ്യാറാക്കുന്നു. അത് സ്വന്തം ID ഉപയോഗിച്ചിട്ട് എടുക്കാമെന്നിരിക്കെ മറ്റാരുടെയോ പേരിൽ എടുത്തിരിക്കുന്ന ഒരു സിം കാർഡ് അവിടെ ഉപയോഗിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ഷേഡി ആയിട്ടുള്ള ഒരു ബിസിനസ് ഡീലാണ്. ഇന്നലെ ഇത് CMRL എക്സാലോജി കേസും കടന്ന് മുന്നോട്ട് പോവുകയാണല്ലോ അല്ലേ? അപ്പോൾ CMRL-ഉമായിട്ടുള്ള ഇടപാടിൽ നിന്ന് കിട്ടിയ പണത്തിന്റെ ആ പണം എങ്ങോട്ട്, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളായിരുന്നുവല്ലോ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനും അപ്പുറത്തുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ ഇഡി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കിട്ടിയ തുകയേക്കാൾ കൂടിയ തുകയുടെ ഇടപാടുകൾ നടന്നു എന്നാണല്ലോ. മഞ്ജുഷ് ഓർക്കുന്നുണ്ടാവും, ശ്രീ സിബിയും ഓർക്കുന്നുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ സിബി അതിൽ സാന്ദർഭികമായിട്ട് പറഞ്ഞു, ഇത് ഏതാണ്ട് 2.25 കോടി രൂപയുടെ ഒരു ഇടപാടിന് ഇത്രത്തോളം സന്നാഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരുത്തിയിട്ട് പറഞ്ഞിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കേവലം 2.25 കോടി രൂപയുടെ ഇടപാടല്ല, മറിച്ച് 182 കോടി രൂപയുടെ ഫേക്ക് ട്രാൻസാക്ഷനാണ് ഇതിലെ പ്രൈമറി കേസ്. അതുകൊണ്ട് തന്നെ പ്രൈമറി കേസ് എന്ന് പറയുന്നത് CMRL ബിസിനസ് നടത്തിയിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കാര്യമാണ്. 2, വീണയ്ക്ക് കിട്ടിയിരിക്കുന്ന 2.25 കോടി രൂപ ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത് അത്രയുമേ ഉള്ളോ അതോ അതിനേക്കാൾ കൂടുതലുണ്ടോ എന്ന രീതിയിലത്തേക്ക് അന്വേഷണം പോകും എന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇഡിയുടെ ഇന്നലെ വന്നിരിക്കുന്ന രാത്രിയിലത്തെ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക. അതിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ CMRL നിന്ന് കിട്ടിയിരിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന തുകയാണ് ഈ 20 കോടിയും മറ്റു പണവുമെല്ലാം അത് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ലോണ്ടറി ചെയ്തിരിക്കുന്നതിന്റെ, പണം ലെയറിങ് ചെയ്തിരിക്കുന്നതിന്റെ, പണം ഹവാല ഇടപാട് നടത്തിയിരിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം തെളിവുകളിലേക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലീഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരുള്ളപ്പോൾ, അല്ലെങ്കിൽ ആ സിം കാർഡ് ആരുടെ പേരിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുള്ളപ്പോൾ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം 9 ഇടങ്ങളിൽ കോഴിക്കോട്ട് ഇഡിയുടെ റെയ്ഡ് നടന്നത്. ആ ഇഡിയുടെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു. മുഹമ്മദ് റിയാസിനെ പോലുള്ള ആൾക്കാർ നേരിട്ട് വന്നിട്ട് തന്റെ സഹപാഠികളായിരുന്ന ആൾക്കാർ, കോളേജിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് ഇവര് റെയ്ഡ് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഏതാണ്ട് 6 പേരുടെ 9 ഇടങ്ങളിൽ എന്തോ ആണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ 6 പേര് മാത്രമാണോ മുഹമ്മദ് റിയാസിനോടൊപ്പം കോളേജിൽ പഠിച്ചിട്ടുള്ളത്? വേറെ ആൾക്കാരൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതിനർത്ഥം മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ വേട്ടയാടുക എന്നുള്ള ഉദ്ദേശമല്ല. മുഹമ്മദ് റിയാസ് അതിൽ നേരിട്ട് ഒരു കണ്ണിയുമായിട്ടില്ല, മറിച്ച് വീണ അവരുടെ ലൂസ് ഷീറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഡയറിയിൽ അവരെഴുതി സൂക്ഷിച്ചിരുന്ന പേരുകാരായിട്ടുള്ള ആൾക്കാർ,
ആ മൊബൈൽ സിം ആരുടേതാണോ ആ ആളിന്റെ വീട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് റെയ്ഡ് നടത്തുന്നത്. അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി അവർ എംപവേർഡ് ആയിരിക്കുന്ന ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ രാഷ്ട്രീയ ചായ്വുള്ള ആൾക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ ചായ്വുകൾ ഉള്ള ആൾക്കാർ പോലും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് എതിർത്താൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസിന്റെ മെറിറ്റ് ആണ്. ഇപ്പൊ ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്, ഇ ഡി പിന്നെ രാഷ്ട്രീയത്തിനനുസരിച്ചല്ലേ പലപ്പോഴും പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞു അതിലൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഈ കേസ് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഫാക്ട് എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഒരു എൻക്വയറി ഇതിനകത്തിൽ ആദ്യം ഉണ്ടായി. ഇൻകം ടാക്സിന്റെ അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു അന്വേഷണം ഇതിലുണ്ടായി. SFIയുടെ അന്വേഷണം ഉണ്ടായി. ആദ്യം പറഞ്ഞിരുന്നത് വീണയെ കേട്ടില്ല എന്നാണ്. എന്നാൽ വീണയെ കേട്ടിട്ട് വീണയുടെ മൊഴി കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ട് SFIയുടെ സ്റ്റേറ്റ്മെന്റിൽ അതുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകൾ വന്നപ്പോൾ 2024 ഏപ്രിൽ മാസത്തിൽ കർത്ത കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്ത പറഞ്ഞിരിക്കുന്നത് 2 കാര്യത്തിനാണ് പണം കൊടുത്തിരിക്കുന്നത് എന്നാണ്. വളരെ എവിഡന്റ് ആയിട്ടാണ് കർത്ത അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്ന് വിത്തൗട്ട് സർവീസ് ആണ് പണം കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്, കൺസിഡറിംഗ് ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് കേരള CM പിണറായി വിജയൻ എന്നാണ്. എന്ന് വെച്ചാൽ അത് CMRLന്റെ തലപ്പത്തുള്ള ആൾ തന്നെ ഈ 2 ആരോപണങ്ങൾ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് വീണ പറയുന്ന സമയത്തോ ഞാൻ സേവനം കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണിക്കാൻ തെളിവില്ല എന്ന്. ഒരു IT സേവനം കൊടുത്തതിന് ഒരു തരത്തിലുള്ള തെളിവുമില്ല എങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, സേവനം കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്ന ഈ കാര്യം ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് CPMന്റെ ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞ ടാലിയും MS ഓഫീസും ഒക്കെ ആയിരുന്നു ഈ സർവീസസ് എന്ന രീതിയിലത്തെ അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു. അപ്പോൾ ഇതിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതിൽ മാന്യമായി ബിസിനസ് നടത്തുന്ന ആൾക്കാരെ ആക്രമിക്കരുത്. ശരി, മാന്യമായി നിങ്ങൾ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹവാലയും ലോണ്ടറിങ്ങും ലെയറിങ്ങും ഉണ്ടാവില്ല. അപ്പൊ മാന്യമല്ലാത്ത എന്തോ ബിസിനസിനെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. അതേക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ശ്രീ സലീം മടവൂർ, ഇനിയും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയരുതേ. കാരണം ആരെ രാഷ്ട്രീയപരമായി ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഈ അന്വേഷണ ഏജൻസി ഇപ്പോൾ ശ്രമം നടത്തുന്നത് എന്നതിന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. പ്രതിപക്ഷ നേതാവ്, സംസ്ഥാനത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ എന്ത് രാഷ്ട്രീയ ആക്രമണമാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ നടത്തേണ്ടി വരിക? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ കേസുണ്ടല്ലോ, ഇതിൻ്റെ മെറിറ്റിലേക്ക് പോവുകയാണെങ്കിൽ സേവനം നൽകാതെ 2.78 കോടി രൂപ കൈപ്പറ്റി എന്നതിനും അപ്പുറത്തെ ഹവാല ഇടപാടിൻ്റെ വിവരങ്ങൾ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരിക്കുകയാണ്. അന്വേഷണം നടത്താതെ പറ്റില്ലല്ലോ. അപ്പോഴാണ് അവിടെ കോർണർ യോഗങ്ങൾ ചേർന്ന് EDക്കെതിരെ രാഷ്ട്രീയ വിശദീകരണം നടത്താൻ പോകുന്നത് CPM. അപഹാസ്യമാവുകയുള്ളൂ. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രിയായെന്ന സമയത്ത് നിയമസഭയിൽ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ്. പക്ഷെ അശുദ്ധമാണെന്ന് കേരള സമൂഹം സംശയിക്കുന്നുണ്ട് ഇപ്പോൾ. അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുണ്ടായിരുന്നു, കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും, കാലം തെളിയിക്കുമെന്ന്. കാലം തെളിയിച്ചു, കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എന്ന് പിണറായിയുടെ വാക്കുകൾ. ഇനിയിപ്പോൾ ഇന്ത്യയിലെ നിയമ സംവിധാനമാണ് ബാക്കിയുള്ളത്. നിയമ സംവിധാനം അതിന്റെ വഴിക്ക് പോകട്ടെന്നേ. മഞ്ജുഷേ, ഇത് എത്ര കാലമായി തെരച്ചിൽ തുടങ്ങിയിട്ട് അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു, അത് കടത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ബിരിയാണി ചെമ്പുമില്ല, സ്വർണ്ണവുമില്ല, അങ്ങനെ ഒന്നുമില്ല. അവസാനം അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് എത്ര ഏജൻസികൾ എത്ര കാലമായി. എന്നാൽ പ്രതികളെ പിടികൂടണ്ടേ? ഇത്ര കാലം കേരളത്തിലൂടെ ചുറ്റിക്കറങ്ങിയിട്ടും ഒരാളെ പോലും ബിരിയാണിക്ക് അറസ്റ്റ് ചെയ്യാനോ കേസ് കുറ്റപത്രം കൊടുക്കാനോ ഒന്നും സാധിക്കാതെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത്? ഇപ്പോൾ അന്വേഷണം അന്വേഷിച്ചാണ്. ഇത് പഠിക്കാനുള്ള സംവിധാനം ഗവൺമെന്റിന്റെ കയ്യിലില്ല. കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർവ്വ സന്നാഹത്തോടുകൂടി കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇത് പിടിക്കാനുള്ള സംവിധാനം ഇല്ലേ? പിന്നെന്താണ് ഈ സംവിധാനത്തിന്റെ പ്രാധാന്യം? ഇപ്പോഴും പറയുന്നത് ഞങ്ങള് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇന്നലെ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നത് 90 ലക്ഷത്തിനെങ്ങാണ്ട് ഹവാല, 55 ലക്ഷത്തിന് ഹവാല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.